ലോകത്തിൻ്റെ ഏതൊക്കെ കോണിൽ പോയി എന്തൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ കേരളത്തിൻ്റെ രുചിയോർമ്മകളുടെ തട്ട് എപ്പോഴും താന്നു തന്നെ നിൽക്കും അല്ലേ? ഒരു കേരള യാത്രയിലെ രുചിയോർമ്മകളാണ് ഇന്നത്തെ ഫുഡോട് ഫുഡിൽ. നല്ല സൂപ്പർ മഴയുള്ള ഒരു മാമ്പഴക്കാലത്തായിരുന്നു ഈ പ്രാവശ്യം നാട്ടിൽ ചെന്നത്. മുറ്റത്ത് തന്നെയുള്ള ഒരു മാവിൽ നല്ല പഴുത്ത് തുടുത്ത് നിൽക്കുന്ന ഒരു മാമ്പഴത്തിൽ കണ്ണുടക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഒരു നല്ല മഴ പെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. മഴ പെയ്തപ്പോൾ തന്നെ ആ മഴ നനഞ്ഞ് ഓടിപ്പോയി ആ മാമ്പഴമൊക്കെ പിറക്കി കൂട്ടി നല്ല ഫ്രഷ് ആയിട്ടത് കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഈ മാങ്ങ പിന്നെ മാങ്ങാക്കറിയാകും, നല്ല പുട്ടിൽ പിഴിഞ്ഞൊഴിക്കാനൊക്കെ പാകത്തിന് നല്ല കുട്ടപ്പനായിട്ട് ഇതാ ഇങ്ങനെ വന്നിരിക്കും. കൂട്ടത്തിലെങ്ങാനും ജസ്റ്റ് ഒന്ന് പഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു ഇച്ചിരി പച്ച കട്ടി കൂടുതലുള്ളൊരു മാങ്ങയും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ നല്ല കുഞ്ഞുള്ളിയും മുളക് പൊടിയും ഉപ്പും ചേർത്തൊന്ന് ചതച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്ന് തിരുമ്മി എടുത്തിട്ട് ഒരു പരുവത്തിൽ ഇങ്ങനെ കൂടെ എടുക്കും. ഈ പഴങ്കഞ്ഞിയുടെ കൂടെയൊക്കെ ഒരു നല്ലൊരു ലാമ്പാൻ പറ്റിയ നല്ല സൂപ്പർ ഐറ്റമാണിത്. മാമ്പഴം മാത്രമായിരുന്നില്ല, നല്ല അമ്പഴങ്ങ, ചാമ്പയ്ക്ക, പനിനീർ ചാമ്പയ്ക്ക, സ്റ്റാർ ഫ്രൂട്ട്, പേരയ്ക്ക, ആഞ്ഞിലിച്ചക്ക, ചക്ക, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ കരിക്കും ശർക്കരയും കൂട്ടി കഴിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ ഈ തേങ്ങ ഇടുന്ന കാലത്ത് പിള്ളേർ സെറ്റിനെ തേങ്ങ പറക്കാനായിട്ട് വിളിക്കും. അപ്പോൾ ഈ കരിക്കും കിട്ടും, അതിൻ്റെ കൂടെ കരിക്ക് കുടിക്കാനും കിട്ടും, കരിക്കും ശർക്കരയും കൂടെ കഴിക്കാനും കിട്ടും. ആ ഒരു സാധനം സ്വപ്നം കണ്ടിട്ടാണ് ഈ ബാലവേല ചെയ്യുന്നത് മൊത്തം. ആരെങ്കിലും നമുക്കിത് വാരി തരുമ്പോഴോ അല്ലെങ്കിൽ ഇതിങ്ങനെ ചേർത്തെടുത്ത് റെഡിയാക്കി തരുമ്പോഴോ ഉള്ള ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. നല്ല കപ്പ പുഴുങ്ങിയതും ലേശം മീൻകറി അല്ലെങ്കിൽ നല്ല മുളകുടച്ചതും 4 മണിക്കൊക്കെ കട്ടനോടെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഐറ്റമാണ് ഈ കപ്പ പുഴുങ്ങിയത്. നല്ല ചൂടോടെ ആ എരിവും കട്ടനകത്തുള്ളൊരു മധുരവും, മഴക്കാലം കൂടെ ആണെങ്കിൽ പറയാൻ വേണ്ട, സൂപ്പറായിട്ടിരുന്ന് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയതായിട്ട്. വേറൊരു വീക്ക്നെസ് ആയിരുന്നു 4 മണി പലഹാരങ്ങൾ. കഴിച്ചെന്ന് നമുക്കൊരു ഐഡൻറ്റിറ്റി കാണിച്ചു തരുന്നൊരു ഐറ്റം ആണല്ലോ ഈ പപ്സ്. മേത്തും മുഖത്തും ഒക്കെ പൊടി പറ്റുന്നത് നമ്മുടെ സ്വന്തം മീറ്റ് പപ്സ്. നല്ല മീറ്റ് റോള്, കടിക്കുമ്പോൾ നല്ല കറും മുറും സൗണ്ട് കേൾക്കുന്ന നല്ല സൂപ്പർ സമോസ, പിന്നെ ക്രീം ബണ്ണ്, ദിൽകുഷ്, വീട്ടിലുണ്ടാക്കുന്ന ചക്ക ഉപ്പേരി, ബോളിയും പായസവും. ഈ ഐറ്റം രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച് പായസം വെക്കുന്ന കടയുണ്ടായിരുന്നു, ബോളി പാക്കറ്റിലാക്കി കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വാങ്ങിച്ച് നല്ല ചൂട് പായസം ഈ ബോളിയുടെ പുറത്തോട്ട് ഒഴിച്ച് നല്ല കുഴച്ചെടുത്ത് കഴിക്കുക. ആ ടേസ്റ്റ് നാവിൽ ഇപ്പോഴും ഉണ്ട്. നല്ല കപ്പലണ്ടി മുട്ടായി, 7 കടലും താണ്ടി തണുപ്പ് പിടിച്ച് മരവിച്ച് പോകാത്ത നല്ല ഫ്രഷ് ക്രിസ്പി കപ്പലണ്ടി മുട്ടായി. നോസ്റ്റാൾജിയയുടെ പാരമ്യത്തിലെത്തിയപ്പോൾ വാങ്ങിക്കൂട്ടിയതാണ് ഈ ഐസ്ക്രീമും ചോക്ലേറ്റും കുൽഫിയും ഒക്കെ. പണ്ടൊക്കെ കല്യാണത്തിന് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ കസാട്ട ഐസ്ക്രീം 3 ലെയറൊക്കെ ആയിട്ട് ഈ ഐസ്ക്രീം ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫീലുള്ള സാധനമായിരുന്നു. പിന്നെ വലിയ മധുരമില്ലെന്ന് അവകാശപ്പെടുന്ന കുൽഫി, ഓർമ്മകളെ ഉണർത്തുന്ന ഒരു ബോൾ ഐസ്ക്രീം, സാധാരണ ഒരു കപ്പ്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കോൺ ഐസ്ക്രീമാണ്. ഡബിൾ ചോക്ലേറ്റ്, ബട്ടർ സ്കോച്ച്, ബെൽജിയം ചോക്ലേറ്റ്, അങ്ങനത്തെ പല ഫ്ലേവറൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഒരു യോഗട്ട് ഷേക്ക് വാങ്ങി, ഡയറി മിൽക്ക് സിൽക്കും ഡയറി മിൽക്ക് ബ്ലാക്ക് ഫോറസ്റ്റും മഴയൊക്കെ ആസ്വദിച്ച് ഈ ഐസ്ക്രീമിൽ ഒരെണ്ണമൊക്കെ പിടിപ്പിച്ച് ഒരു ബുക്കൊക്കെ വായിച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. പുറത്തു പോകുമ്പം എല്ലാ വെറൈറ്റി ഐറ്റംസും ട്രൈ ചെയ്തിരുന്നു. നല്ല നാടൻ ഊണ്, പൊടിമീൻ ഫ്രൈയും പരിഞ്ഞിൽ തോരനും ഒക്കെ ആയിരുന്നു ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. മീൻ പൊള്ളിച്ചതും
കിഴി ബിരിയാണി, ബക്കറ്റ് ബിരിയാണി. ബേൺ ഫ്രൈഡ് റൈസ്, അറേബ്യൻ ഗ്രില്ല്, തന്തൂരി ഐറ്റംസ്, അമേരിക്കൻ ചോപ്സി, ഫ്രൈഡ് റൈസ്, പൊറോട്ട, പാസ്ത, ഫലൂഡ, ഐസ്ക്രീം, അങ്ങനെ കുറേയേറെ ഐറ്റംസ് ട്രൈ ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ഒരു മസാല ദോശയും വടയും ഫിൽറ്റർ കോഫിയും കൂടെ കഴിക്കാതെ നമ്മുടെ യാത്ര അവസാനിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ബോണസ് ആയിട്ട് ഈ പ്രാവശ്യം അതിൻ്റെ കൂടെ റവ കേസരിയും കിട്ടി. കുപ്പിയിൽ കിട്ടുന്ന നാരങ്ങ വെള്ളം ഈ പ്രാവശ്യത്തെ ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഇതൊക്കെയാണെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് രുചി തോന്നുന്നത് എന്തിനാണെന്നറിയാമോ? ഇപ്പം നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഓർത്തിരുന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ അത് നമുക്കായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുമ്പോഴാണ്. ഇപ്പം മമ്മിയുടെ വക സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും, ആൻറ്റിയുടെ വക കക്കയിറച്ചി വരട്ടിയതും കൊഞ്ച് കറിയും, പിന്നെ നമ്മൾ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ വിരുന്നിന് വിളിച്ചിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുന്ന അപ്പവും സ്റ്റൂവും സ്പെഷ്യൽ കട്ട്ലേറ്റും ഇല്ലേ, നല്ല ചൈനീസ് ട്രീറ്റ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രുചികൾ ആസ്വദിക്കാനായിട്ട് പറ്റി. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ രുചികളൊന്നും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ ഒരുപാട് സ്നേഹം കൂടി ചേർത്ത് ഇത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കൊണ്ടായിരിക്കാം അല്ലേ. സോ ഈ കേരള പിറവി ദിനത്തിൽ ഫുഡ് കേരള രുചികളുടെ ഓർമ്മകളിൽ വൈൻഡപ്പ് ചെയ്യുകയാണ്. ടേക്ക് കെയർ, ബൈ ബൈ.